സുലോചന അച്ഛന്റെ മൂത്രം എടുത്തു കളയാൻ വയ്യെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. സുലോചനയുടെ ശുപാർശ കൂടാതെ തന്നെ അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഇതുവരെ നോക്കി. അതെന്റെ കടമയാണ്. അച്ഛനെന്നല്ല, അവശരായ ഏത് മനുഷ്യരുടെയും മലവും മൂത്രം എടുക്കാൻ എനിക്ക് അറപ്പും വെറുപ്പുമില്ല. അതുകൊണ്ട് പറയുകയല്ല, സുലോചന കടമ മറക്കരുത്. തോട്ടിപ്പണി എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. മലവും മൂത്രം എടുക്കാനും വീട് വൃത്തിയാക്കാനുമാണ് ജോലിക്കാര്. ആച്ചി ജോലിക്കാരിയല്ല, എന്റെ പെങ്ങളാണ്. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. മര്യാദയ്ക്ക് സംസാരിക്കും. മോളെ എങ്ങോട്ടാണ്? വീട്ടിൽ വരെ. ഗോപി വരുന്നില്ലേ? വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ കൂടെ വന്നിട്ട് മോള് പോയാ മതി. ഗോപി, ആച്ചി ഗോപി ഇങ്ങ് വിളിക്ക്. അങ്ങോട്ട് ഒന്ന് വിളിക്കാൻ. അച്ഛൻ, ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. ഗോപി, സുലോചന തനിച്ചാണോടാ വീട്ടിൽ പോകുന്നത്? നീ ഇവിടെ പോ. എന്തോന്നാണ് ആലോചിച്ചു നിൽക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഗോപിയും വരുന്നുണ്ട്, അവളോട് പറയൂ. ആച്ചിയെ കല്യാണം കഴിപ്പിച്ചയക്കാതെ എന്റെ മനസ്സിന് ഒരു സുഖവും ഉണ്ടാവില്ല കുര്യച്ച. അത് പിന്നെ അങ്ങനല്ലേ? അച്ഛൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇനി എന്നെ നിർബന്ധിക്കരുത്. അച്ഛനെ ഈ നിലയിലിട്ടിട്ട് ഞാനൊരു ഭർത്താവിന്റെ കൂടെ പോയില്ല. പെൺകുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. അവള് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാ മോളെ, നീ കല്യാണം കഴിച്ചു പോയാലേ സുലോചനയ്ക്ക് ചുമതലാബോധം വരൂ. നീ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് എന്റെ കാര്യം നോക്കാൻ അറപ്പും വെറുപ്പും. ആരുമില്ലാതെ വന്നാൽ അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മലവും മൂത്രവും എടുക്കേണ്ടി വരും. ഈ പറയുന്നതിലും കാര്യമുണ്ട്. അതുകൊണ്ട് കുര്യച്ചൻ ഇവളുടെ ചുമതലയേൽക്കണം. ഇവളെ സ്നേഹിക്കുന്നവനായിരിക്കണം. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലും വേണം. സ്ഥാനമാനവും പരീക്ഷ ഒന്നും വേണമെങ്കിൽ ഞാനൊരു പയ്യനെ കൊണ്ടുവരാം. ഈ കൊച്ചിനെ അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ തന്നെ എന്നോട് ആലോചിച്ചതാ. ശ്രീനിവാസ സാറിന്റെ നിലയും വിലയും വെച്ച് ഞാൻ ആലോചിക്കാതിരുന്നതാണ്. ആളെങ്ങനെ? സ്നേഹമുള്ളവനാ, കാണാനും ഭേദം. പക്ഷെ കുടുംബസ്ഥിതി മോശം. ഒരു ടാക്സി ഡ്രൈവറാ. നീ എന്തു പറയുന്നു മോളെ? അച്ഛൻ എന്നെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആരെ നിശ്ചയിച്ചാലും എനിക്ക് സമ്മതമാണ്. കൊച്ചനോടൊന്ന് വരാൻ പറയൂ. ആ, പല്ല് തേച്ചില്ലേ? കാപ്പിക്ക് തന്നേക്കൂ. പുതിയ ശീലങ്ങളൊക്കെയായി. സുലോചനയെ വിളിക്കാൻ പോകുന്നില്ലേ? തനിച്ചല്ലേ പോയത്? തനിച്ചിങ്ങ് വരും. നിസ്സാര കാര്യത്തിന് വാശി കൊള്ളരുത് ഗോപി. രാവിലെ തന്നെ പോയി സുലോചനെ വിളിച്ചോണ്ട് വരണം. അച്ഛൻ പറഞ്ഞതുകൊണ്ടുകൂടി പറയുകയാണ്. ആ, ഇന്ന് വരുമെന്നറിയട്ടെ. അറിയാനൊന്നുമില്ല. ഇന്നെന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവര് വരുമ്പോൾ ഗോപിയും സുലോചനയും കൂടി ഇവിടെ ഉണ്ടാവണം. ആച്ചി, എന്താ പേര്? കുമാരൻ. ടാക്സി സ്വന്തമാണോ? അല്ല, സ്വന്തമായിട്ടൊരു ടാക്സി ഉണ്ടാകും. സ്ത്രീധനം വാങ്ങി എനിക്കൊരു ടാക്സി വാങ്ങണ്ട. ഞാൻ ജോലി ചെയ്ത വകയിൽ കുറെ രൂപയുണ്ട്. ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടൻ ടാക്സി വാങ്ങും. ആ, ഇതാണ് എന്റെ മകൾ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡിൽ കൂടെയാണ് അമ്പലത്തിൽ പോകാറുള്ളത്. കുമാരൻ. മോളെ,
കാപ്പ് റെഡിയായിട്ടുണ്ടോ? ഉണ്ട്. ആ, എടുത്തു വയ്ക്കേ. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ആലോചിച്ചത്. എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയണം. കുര്യച്ചൻ എന്നെ പറ്റിയെല്ലാം പറഞ്ഞു കാണുമല്ലോ. എന്നെപ്പറ്റി ശരിക്കും അറിഞ്ഞിട്ട് തീരുമാനിക്കണം. മുൻപൊരു വിവാഹം ഉറപ്പിച്ചത് മുടങ്ങിപ്പോയതാണ്. എനിക്കറിയാം, കരിങ്കൽ തൊഴിലാളികളായ ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളാണ് ആച്ചിയെന്നും ശ്രീനിവാസൻ സാറും ഭാര്യയും സ്വന്തം മകളെപ്പോലെ വളർത്തിയതാണെന്നും എനിക്കറിയാം. ഇത്രയും അറിഞ്ഞുകൊണ്ട് ആലോചിച്ച സ്ഥിതിക്ക് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. കുര്യച്ചോ, കാപ്പ് കുടിക്കാൻ വാ. കുമാരനോ? ആരെയും കൊണ്ട് വന്നു? ഞാൻ ഇവിടം വരെ വന്നതാണ്. കുമാരനെ അറിയൂ? ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു. ഇപ്പൊ ടാക്സി ഓടിക്കുന്നു. ഓട്ടോ കൊണ്ടോ കുമാര? ഉണ്ട്. ഇവിടെ വന്നത് വിശേഷിച്ച് ഗോപി സാറിനോട് അച്ഛൻ പറഞ്ഞില്ലേ പെങ്ങൾക്കൊരു വിവാഹാലോചന? ഓ, അതിന് വന്നതാണോ? ചെറുക്കന് കഴുത്തുണ്ടോ? ഞാൻ തന്നെയാണ് ചെറുക്കൻ. വിവരങ്ങളൊക്കെ അച്ഛനും അച്ചിയും പറയും. ഈ മാസത്തിൽ തന്നെ നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ പോട്ടെ. പെങ്ങളുടെ വിവാഹക്കാരി അറിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഈ സ്ത്രീ പെങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാതിരിക്കാമോ? ആച്ചിയമ്മയെ ഞാൻ പെങ്ങളെ പോലെ സ്നേഹിക്കുന്നു. നാണില്ലല്ലോ. ആച്ചിയമ്മയ്ക്ക് ഒരു നല്ല പയ്യനെ കിട്ടാൻ ഞാൻ ശ്രമിക്കും. വരുന്ന IAS-കാരൻ. IAS-കാരനെ കിട്ടിയില്ലെങ്കിലും ഭേദപ്പെട്ട ആളിനെ കിട്ടാവുമോ? കിട്ടിയല്ലോ ഞങ്ങളുടെ ഡ്രൈവർ കുമാരൻ. ആച്ചിയമ്മയ്ക്കും അച്ഛന് സമ്മതമാണെങ്കിൽ ഞാനും അനുകൂലിക്കും. എങ്ങനെയെങ്കിലും അവരിവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നാണോ? പിന്നൊരു കാര്യം, ആച്ചി ഇവിടുന്ന് പോയാൽ അച്ഛന്റെ കാര്യം ആര് നോക്കും? ഇക്കാലത്ത് ഒരു ജോലിക്കാരി കിട്ടുമോ? ഉദ്യോഗം കളഞ്ഞിട്ട് അടുക്കളപ്പണിയും ദാസ്യവൃത്തിയും നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. ആച്ചിയമ്മയെ ടാക്സി ഡ്രൈവറെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഭേദപ്പെട്ട ആളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുകൂടെ? ഗോപി ആരെങ്കിലും മനസ്സ് കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും കണ്ടുവച്ചിട്ടില്ല. എന്നാ ഇത് നടക്കട്ടെ. കൊള്ളാവുന്നവരാരും വരുന്നില്ലെന്ന് വെച്ച്? ആരാടാ കൊള്ളാവുന്നവൻ? പോക്കറ്റ് മണിയും കാറുമായി കല്യാണം കഴിക്കുന്നവനോ? എന്റെ നോട്ടത്തിൽ കുമാരൻ ഏറ്റവും കൊള്ളാവുന്നവനാണ്. അവൻ ശ്രീധരൻ ചോദിച്ചില്ല. ഒരു ടാക്സിക്കാർ എടുക്കാൻ സഹായിക്കാമെന്ന് സൂചിപ്പിച്ചപ്പോ അതും വേണ്ടാന്ന് പറഞ്ഞു. ആച്ചി അവൻ സ്നേഹിക്കുന്നു. വേല ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, ഒരു തൊഴിലുണ്ട്. പിന്നെ ഒരു മാന്യൻ കല്യാണം ആലോചിച്ചു വരുന്നത് വരെ എന്റെ മോളെ അടുക്കള വേലക്കാരിയാക്കി നിർത്താനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. ഡ്രൈവറെ വിവാഹം കഴിക്കാൻ ആച്ചിയമ്മയ്ക്ക് ഇഷ്ടമാണ്? അതെ. എങ്ങോട്ടാണ്? അമ്പലത്തിൽ. ഇനിയും തിങ്കളാഴ്ച വ്രതം വേണോ? ടാക്സി ഡ്രൈവർ ഭർത്താവായി കിട്ടാൻ പോവുമല്ലേ? ഞാൻ മറുപടി പറഞ്ഞൂടാ സുലോചനെ. മറുപടി പറയുന്നോണ്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ന്യായം പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എന്റെ 2-3 കൂട്ടുകാരികൾ വരും. എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കി വെക്കണം. ഹലോ, ഹായ്.
നിന്റെ ഹസ്ബൻഡ് ഇല്ലേ? അകത്തുണ്ട്. സുലു, ഇക്കൊല്ലം ഇന്നർവീലിന്റെ വാർഷികവും ഡോഗ് ഷോ നമുക്ക് ഗംഭീരാക്കണം. സുലോചനയ്ക്ക് പട്ടിയില്ലല്ലോ. ആ, ഹസ്ബൻഡിനോട് പറയണം. റാണി, നീ പറഞ്ഞതിന് ഒരു മോശപ്പെട്ട അർത്ഥമുണ്ട്. Who's this? Your relative? No, servant. Come on, come on. Today it is very difficult to get a servant. She's beautiful, better than you. No, then your task is very high. You have to watch her and your husband. Anyway, she seems to be humble. But don't believe the silent cat. Mindapucha kalo odikkum. Respected ladies, you can believe this silent cat by all means. I expect more decency from you. അച്ചി, അച്ചി, ആച്ചി. ആച്ചിയമ്മയ്ക്ക് അപ്പുറത്തൂടെ ജോലിയുണ്ട്. സുലോചനയുടെ ചില കൂട്ടുകാരികൾ കാപ്പി കുടിക്കാനുണ്ട്. സുലോചനയുടെ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കൂ, പരിചയപ്പെടട്ടെ. ഞാനിവിടെ ഇങ്ങനെ മനുഷ്യരെ കാണാതെ കിടക്കല്ലേ. ഡോഗ് ഷോയുടെ കാര്യം മറക്കണ്ട. അച്ഛൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് കാണണം. അവർക്കല്പം തിരക്കുണ്ട്, ഇനി വരുമ്പോ കാണാം. നീ ഇംഗ്ലീഷിൽ സംസാരിച്ച് എന്നെ കൊച്ചാക്കി അപമാനിച്ചതല്ലേ? കൊച്ചാക്കലൊന്നുമല്ല, നിങ്ങൾ സംസാരിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. അത് നിങ്ങളുടെ വൃത്തികെട്ട സംസാരം മുഴുവൻ ഞാൻ മനസ്സിലാക്കിയെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ആച്ചി, ഇതെന്താ നെറ്റിയില്? തട്ടിൽ നിന്ന് വിറകെടുത്തപ്പോൾ ഒരു വിറവുള്ളി നെറ്റിയിൽ വീണു. സാരമില്ല. ഇതെന്തൊരു അശ്രദ്ധയാണ്. നിനക്ക് പിടിപ്പത് ജോലിയുണ്ട്, എന്നാലും ശ്രദ്ധിക്കണ്ടേ കുഞ്ഞി? സാരമില്ല അച്ഛാ. നിന്റെ ദുരിതത്തിനൊരു ശമനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് ഞാൻ തിടുക്കം കൂട്ടുന്നത്. ആ കുമാരന്റെ വിവരം ഒന്നും അറിയുന്നില്ല. അയാൾ വരാമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് 1 മാസമായി. ഗോവിന്ദൻകുട്ടിയെ പോലെയാണോ? അതുപോലെ ആവില്ല. എന്നെപ്പറ്റിയെല്ലാം ആ മനുഷ്യനറിയാം. പിന്നെന്താ വരാത്തത്? വരുമ്പോ വരട്ടെ, വരുന്നെങ്കിൽ വരട്ടെ. അച്ഛൻ ഭക്ഷണം കഴിക്ക്. ഞാൻ ഓഫീസിൽ പോവുകയാണ്. ഇതൊന്ന് കഴുകി തേച്ച് വെക്കണം. എന്റെ കല്യാണം കഴിഞ്ഞു. ടാക്സി ഡ്രൈവർക്കും പെണ്ണ് കിട്ടും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ടാക്സി ഡ്രൈവറെ ഭർത്താവായി വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതായി ഗോപി എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറയിക്കണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഏതായാലും മര്യാദയായില്ല. കുമാരനെന്നും പറഞ്ഞൊരുത്തന്റെ ഒരു ആലോചനയുണ്ടെന്ന് ശ്രീനിവാസൻ എഴുതിയിരുന്നു. അത് നടക്കില്ല അപ്പൂപ്പ. അതെന്താ? അത് നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ബന്ധമല്ല. അവനൊരു ടാക്സി ഡ്രൈവറാണ്. ശ്രീനിവാസന് ഇഷ്ടമാണെന്നാണല്ലോ എഴുതിയിരുന്നത്. അപ്പൂപ്പനോട് മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറയാമല്ലോ. അമ്മയുടെ മരണവും ആക്സിഡന്റും എല്ലാം കൊണ്ടും അച്ഛന് പഴയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാതായി. അങ്ങനെ വരാം. ഏത് കോന്തന്റെ കൂടെയെങ്കിലും ആച്ചി അയച്ചാൽ മതിയെന്ന ഒരേ വിചാരമാ. ബുദ്ധിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അങ്ങനെ പറയാപ്പൂപ്പ. ആച്ചി ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നെങ്കിലും വിചാരിക്കണ്ടേ? ഞങ്ങളുടെ ഒരു കാര്യത്തിനും
ആച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അയ്യോ, അത് അങ്ങനെ ആയിരിക്കണമല്ലോ. ആച്ചി വരുന്നുണ്ട്. അപ്പൂപ്പൻ എപ്പോ വന്നു? ഇപ്പോഴും വന്നതേ ഉള്ളൂ കുഞ്ഞെ. നീ ഒരു കഴുതയ്ക്കെടുക്കാനുള്ള തുണിയാണല്ലോ കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നത്. നിനക്ക് ഇതിനു വേണ്ടി തുണികളുണ്ടോ? ആ, ഒരാഴ്ചയായി തുണി കഴുകിയിടാൻ പറ്റില്ല. അത് താഴെ ഇട്ടോ, എടുത്ത് വൃത്തിയായി വലിച്ച് കഴുകിയിടണം. കണ്ടോ കണ്ടോ, സുലോചനയ്ക്ക് നിന്റെ തുണിയുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധ. തുണി ഉണക്കാൻ കൊണ്ടിട്ടിട്ട് വരാം. വന്നിട്ട് ശ്രീനിവാസനെ കണ്ടില്ല. ശ്രീനിവാസന്റെ എഴുത്തനുസരിച്ച് നേരത്തെ വരാൻ പറ്റിയില്ല. അതിനുവേണ്ടി വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മാവ. ആ പയ്യൻ പിന്നീട് ഒരു വിവരവും അറിയിച്ചിട്ടില്ല. ആ ആലോചന വിട്ടേക്ക്, നമുക്ക് പറ്റിയ കല്യാണമല്ല. ഇല്ല ഗോപി? ആ അതെ, നമ്മുടെ നിലയ്ക്ക് ചേർന്നതല്ല. പിന്നെ അച്ഛന്റെ ഇഷ്ടം. അച്ഛന്റെ ഇഷ്ടമൊന്നും നോക്കാനില്ല. ഭാര്യയും മരിച്ച് നടുവ് ഒടിഞ്ഞ് ഒരേ കിടപ്പ് കിടക്കുന്ന ആളല്ലേ. ആച്ചിക്ക് പറ്റിയ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാം. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതായിരിക്കണേ അപ്പൂപ്പ. സുലോചനയുടെ ഒക്കെ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ചേർന്നതായിരിക്കത്തില്ല. അനിലേട്ടന്റെ വിവരം വല്ലതുണ്ടോ അപ്പൂപ്പ? അയാൾ അക്കരക്കാരൻ പ്രമാണിയല്ലേ. കൂട്ടുകാരൻ ഒരു എഞ്ചിനീയറുടെ പേർക്ക് കുറെ രൂപ അയച്ചു കൊടുത്ത് വണ്ടംമേട്ടിൽ തന്നെ ഒരു ബംഗ്ലാവ് പണിയാണ്. തീരാറായി. പുതിയ ബംഗ്ലാവിലേക്കുള്ള ഗൃഹപ്രവേശവും പെണ്ണുകെട്ടും ഒരുമിച്ച് നടത്തണമെന്നാണ് മൂപ്പരുടെ പ്ലാൻ. പെണ്ണാലോചന വല്ലതും ഉണ്ടോ? സൗദിക്കാർക്ക് നീണ്ട ആലോചന ഇല്ലല്ലോ. പെണ്ണിനെ റാഞ്ചിക്കൊണ്ട് പറക്കുകയല്ലേ. അപ്പൂപ്പന് ചായയോ കാപ്പിയോ? ഹാ, പണ്ട് നീ വണ്ടംമേട്ടി വന്നപ്പോ തിളപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? കാപ്പിക്കുരുവിന്റെ തൊണ്ടിട്ട് തിളപ്പിക്കുന്ന കാപ്പിയാ എനിക്കിഷ്ടം. കാപ്പിക്കുരു ഞങ്ങള് കാപ്പിയുടെ സ്വാദ് അറിഞ്ഞുകൂടാത്ത മണ്ടന്മാർക്ക് വിറ്റ് കാശ് വാങ്ങി. ഇവിടെ കാപ്പിത്തൊണ്ടില്ലല്ലോ അപ്പൂപ്പ. തൽക്കാലം പൊടിയായാലും മതി. ഹാ, ഓടാനില്ല പെണ്ണെ. ഇനിയും പുതിയ കല്യാണാലോചന എന്ന് പറഞ്ഞാൽ നീ ഉടക്കിടും. പക്ഷെ അപ്പൂപ്പൻ പുതിയൊരു ആലോചന കൊണ്ടുവരും. മറ്റന്നാ പ്രഭാതത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വന്നിവിടെ ഇരിക്കണം. വേണേ കുറെ കാപ്യം പലഹാരവും ഉണ്ടായിരിക്കും. ഒരു പയ്യൻ വരും. ഭഗവാനെ, ഹലോ ആച്ചി. അനിലേട്ടൻ? അനിലേട്ടൻ തന്നെ. കുളത്തിൽ മുങ്ങിച്ചാകാൻ പോയ അനിലേട്ടൻ. കയ്യിൽ കമ്പിത്തിരി കുത്തിയ അനിലേട്ടൻ. സന്തോഷം. പാടുമാഞ്ഞിട്ടില്ല. എപ്പോൾ വന്നു? ആച്ചി ദേവിയെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ പിന്നാലെ ഇത്രയും നേരം ശ്രീനേട്ടനോടും അനന്തദേവനോടും അനന്തദേവനോടുള്ള സംസാരിച്ചിരുന്നു. ആച്ചി, വേഗം പോയി കാപ്പി എടുക്കൂ. അനിലേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ. സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്. വളരെ ശരി. സംസാരിക്കാൻ ഏത് കഴുതയെ കൊണ്ട് സാധിക്കും. കാപ്പി ഉണ്ടാക്കാൻ നീ തന്നെ വേണം. വേഗം ചെല്ല്. നമുക്ക് സംസാരിക്കാം. അനന്തരവനെ, ഇരിക്കടാ, സംസാരിക്ക്. പ്രായമായിട്ടും അമ്മാവന്റെ പഴയ സ്വഭാവത്തിന് മാറ്റമില്ല. അണ്ണാ മൂത്താൽ മരം കയറ്റം മറക്കുമോടാ. അപ്പോ അപ്പൂപ്പന്റെ സംസാര രീതി തന്നെയാ അനിലമ്മാവന്റെ. തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന ഒരു ദോഷം എനിക്കുണ്ട്.
എന്തൊന്നും ആച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ചായക്കടലെ പലഹാരം പോലെ. എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അല്ലേ എന്റെ വേളെ? അമ്മാവൻ വണ്ടൻമേട്ടിൽ ജനിച്ചു വളർന്നവനല്ലേ? ഉണക്കമീനും മുട്ടയൊക്കെയാണ് പ്രിയം. മുട്ട ഓംലേറ്റ് ആക്കരുതായിരുന്നു. മുട്ട റോസ്റ്റാണ് അമ്മാവന് പ്രിയം. ആച്ചിയുടെ പ്ലേറ്റ് എവിടെ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതല്ലല്ലോ പുഷ്പാലയത്തിലെ പതിവ്. വേഗം ഒരു പ്ലേറ്റ് കൂടെ വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം അനിലേട്ടാ. പിന്നെ കഴിച്ചോളൂ. ഓ അങ്ങനെയാ. ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തെ പതിവൊക്കെ വിട്ടോടാ ഗോപി. അമ്മാവൻ കഴിക്കൂ. അമ്മാവൻ പഴയ പതിവ് തുടരാനാണ് ആഗ്രഹിക്കുന്ന അനന്തരവനെ. ആച്ചിയുടെ കൂടെ കഴിക്കുന്നുള്ളൂ. പ്ലേറ്റ് 3 മതി. ഇരിക്കാൻ. കഴിക്ക്. അറക്കണ്ട, കഴിക്ക്. കഴിക്ക്. ശ്രീനേട്ടാ ഒന്ന് എഴുന്നേറ്റിരിക്കൂ. ഞങ്ങൾ കാപ്പി കുടിച്ചു. ചേച്ചിയുടെയും ശ്രീനേട്ടന്റെയും വിടവ് തോന്നിച്ചില്ല. നിന്നെ കണ്ടതോടെ എനിക്കും ആനന്ദമായി അനിൽ. അപ്പോഴേ ശ്രീനേട്ടാ നിങ്ങളോട് 3 പേരോടുമായി ചോദിക്കുകയാണ്, നമ്മുടെ ആച്ചിക്ക് ഒരു കല്യാണം വേണ്ടേ? പലതും ആലോചിച്ചു, നടന്നില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരിക്കണം. സ്റ്റാറ്റസിന്റെ അളവുകോൽ എനിക്കറിഞ്ഞൂടാ ഗോപി. ഈ ആച്ചി ആദ്യം നിന്റെ പെങ്ങളായിരുന്നു. ചേച്ചി മരിച്ചതോടെ അമ്മയുടെ സ്ഥാനം ആച്ചിക്കായി. പിന്നീട് നിങ്ങൾ അവളെ അടുക്കളക്കാരിയാക്കി. ഇനി നിന്റെയും സുലോചനയുടെയും അമ്മായിയാകാൻ പോകുന്നു. ശ്രീനേട്ടാ ആച്ചി എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? നമ്മൾ ഒരുമിച്ച് വണ്ടൻമേടിന് പോകുന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് ശ്രീനേട്ടനോടൊപ്പം എന്റെ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു. വണ്ടൻമേടിന്റെ അനശ്വര സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട്. അനിൽ, നീ ഒരു മുത്താണടാ. നിന്നോട് ചേരാൻ ഒരു മുത്തേ ഉള്ളൂ. എന്റെ ആച്ചി മുത്തോട് മുത്തു ചേരണം.